ആതിര, പിണറായി മന്ത്രിസഭയുടെ അവസാന നാളുകൾ അല്ലേ? ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ. ഏതാണ്ട് 13 മന്ത്രിമാർ 8 നിലയിൽ പൊട്ടും എന്നാണ്. ഒരു മന്ത്രിസഭയിലും ഇങ്ങനെ ഇത്രയും മന്ത്രിമാർ പൊട്ടുമോ എന്ന് മുൻകൂട്ടി പ്രവചിക്കാത്ത, എനിക്കറിയില്ല, എൻ്റെ ഇതുവരെയുള്ള ഓർമ്മയിൽ അങ്ങനെയില്ല. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ മന്ത്രിസഭയിലും എല്ലാവരും തോറ്റില്ല, 2-3 പേരെങ്കിലൊക്കെ ജയിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഈ 8 നിലയിൽ പൊട്ടുന്ന മഹാന്മാർ ആരൊക്കെയായിരിക്കും? പൊതുവെ ഇത് ഇപ്പം പുറത്തേക്ക് വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടാണ് പുറത്തേക്ക് വന്നത്. അല്ലാതെ ഇലക്ഷൻ പോളുകൾ അങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പോൾ സർവേകളൊക്കെ പുറത്തേക്ക് വരുന്ന സാഹചര്യമാണ്. ആർക്കാണ് മണ്ഡലങ്ങളുടെ മുൻതൂക്കം ഉണ്ടാകുന്നത്, ഇതെല്ലാവരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ മുൻകാലങ്ങളിലെ സർക്കാരുകളുടെ ഈ വകുപ്പുകൾ ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാരെ പറ്റിയും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിലെ മന്ത്രിമാരെ പറ്റിയിട്ടും തമ്മിലൊരു താരതമ്യമൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ എത്രത്തോളം ഇതിൽ സത്യമുണ്ടല്ലെങ്കിൽ അതും ഇലക്ഷൻ വരുന്ന സമയത്ത് മാറി മറിയാനും ചാൻസ് ഉണ്ട്. 13 മന്ത്രിമാരുടെ പേരാണ് പുറത്തേക്ക്. അതെ, അത്ര ഇവർക്ക് വിജയ സാധ്യത ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നാമത്തെ പേരെന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന്റെ പേര് വരുന്നുണ്ട്. പിന്നെ വാസവന്റെ പേര് വരുന്നുണ്ട്. ശിവൻകുട്ടി, പി രാജീവ്, എം പി രാജേഷ്, ആർ ബിന്ദു, ചിഞ്ചു റാണി, KN ബാലഗോപാൽ, മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, ഗണേഷ് കുമാർ, അബ്ദുൾ റഹ്മാൻ. അപ്പൊ ഇത്രയും പേരുകളാണ്. ഇതാണ് ആ 8 നിലയിൽ പൊട്ടുന്ന 13 മന്ത്രിമാർ എന്ന് പറയുന്നത്. ഇതിനകത്തിൽ 1-2 ആൾക്കാരെയൊക്കെ കൂടുതലായിട്ട് എല്ലാ ജനങ്ങളും പ്രതീക്ഷിക്കുന്ന ആൾക്കാർ തന്നെയാണ്. വീണ ജോർജും പിന്നെ നമ്മുടെ ഗണേഷ് കുമാർ ഈ അടുത്തായിട്ടാണ് വരുന്നത്. ആർ ബിന്ദു, അതേപോലെ ശിവൻകുട്ടിയുടെ പേര് ഇതിനകത്തിൽ വന്നിട്ടുണ്ട്. വാസവന്റെ പേര് ഇതിനു മുൻപും നമ്മൾ കേട്ടിട്ടുള്ള പേര് തന്നെയാണ്. ചിഞ്ചു റാണിയുടെ പേര് സ്വാഭാവികമായും ഒരുപാട് ഇടങ്ങളിൽ നിന്ന് വലിയ സാധ്യതയില്ല, മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ പൊട്ടുമെന്ന രീതിയിൽ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ KN ബാലഗോപാൽ, അദ്ദേഹത്തിന്റെ പേരും ഒരുപാടടുത്ത് വന്നിട്ടുണ്ട്. നിൽക്കുകയാണെങ്കിൽ തോറ്റു പോകുമെന്നുള്ളത്. മരുമകന്റെ പേരും വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകന്റെ പേര് മുഹമ്മദ് റിയാസിന്റെ പേര് വന്നിട്ടുണ്ട്. നിന്ന് കഴിഞ്ഞാൽ തോറ്റുപോകും. പിന്നെ AK ശശീന്ദ്രൻ, അദ്ദേഹത്തിന്റെ പേരും വന്നിട്ടുണ്ട്. അതേപോലെ ആർ ബിന്ദുവിന്റെ നമുക്കറിയാം, ബിന്ദു ഭരണ സമയത്ത് ഇരുന്ന സമയം തൊട്ട് അവർ ഇനി ഒരു രീതിയിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇനി മത്സര രംഗത്തേക്ക് വരികയാണെങ്കിൽ തോറ്റു പോകാനുള്ള എല്ലാ കണക്ക് അല്ലെങ്കിൽ എല്ലാ പരിപാടിയും ഭരണ സമയത്ത് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു 5 വർഷം കൊണ്ട് അതിനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഈ ഒരു കണക്കിന്റെ എത്ര സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ CPM-ന്റെ ഇടത്തേക്ക് വരികയാണെങ്കിൽ, സൈബർ ഇടങ്ങളിലേക്ക് വരികയാണെങ്കിൽ കണക്കുകളൊക്കെ ഇങ്ങനെ ഒരുപാട് വരും. പക്ഷെ ഇലക്ഷൻ സമയത്താണ് വോട്ടേഴ്സ് ഈ പോളിന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ റിസൾട്ട് വരുമ്പോഴാണ് യാഥാർത്ഥിക അവസ്ഥ ഉണ്ടാവുന്നത്. അല്ലാതെ ഇത്തരം സർവേകൾ എന്നൊക്കെ പറയുന്നത് ഒരു ഭൂരിപക്ഷം മാത്രം കണക്കിൽ അവര് മാത്രമായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് ആ ഭൂരിപക്ഷത്തിൽ പെടാത്ത ആൾക്കാർ ചിലപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്തേക്കാം. എന്നാലും ഇത്രയധികം മന്ത്രിമാർ പൊട്ടിപ്പോന്നൊക്കെ പറയുന്നത് 19 മന്ത്രിമാരാണ് ആകെ ഉള്ളത്. 13 പേരും തോൽക്കുക എന്ന് പറയുമ്പോൾ ഒരു അതിഭീകരമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പോ ആതിര വായിച്ചപ്പോ ഇതിലൊരു 5 പേരുകളെങ്കിലും തോൽക്കുമെന്ന് നമ്മൾ മുമ്പ് പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഈ ഒരു റിപ്പോർട്ട് ശരിക്കും വായിക്കുമ്പോൾ കേരളം ഞെട്ടുകയാണ്. അപ്പൊ ഇവർക്ക് എന്ത് ഭരണമാണ് ഇവിടെ കാഴ്ചവെച്ചത്? ഇപ്പം വീണ ജോർജ് നമുക്കറിയാം, ഞാൻ ഈ സിസ്റ്റം അല്ലെങ്കിൽ ആ കത്രിക ഒന്ന് ഉള്ളി പോയതിലുള്ളൂ, ഞാൻ അതിന് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ചാൽ മണ്ടത്തരം അല്ലേ? കത്രിക ഉള്ളി പോയതേ ഉള്ളൂ. ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ നിന്ന് വിട്ടുപോയ പേരുകൾ കൊണ്ട് ചേട്ടാ, ഇപ്പോ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ ഏറ്റവും കൂടുതൽ സമയം MM മണിയുടെ മിനി വേർഷൻ തന്നെയാണ്. വേറൊരു കാര്യം അറിയാതിരെ, ഇതൊക്കെ പറയുമ്പോൾ നമ്പറുകൾ ഇറക്കാൻ സജി ചെറിയാനെ പോലെ വേറെ ഒരു മന്ത്രി ലോകത്ത് വേറെ കാണത്തില്ല. നമ്പർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിക്കുന്നത് ചെങ്ങന്നൂരിന്നല്ലേ? ചെങ്ങന്നൂർ മണ്ഡലത്തിൽ അദ്ദേഹം ജയിക്കുന്നത് എങ്ങനെയാണ്? ഹിന്ദു വോട്ട് അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്പർ ഇറക്കുക എന്ന് പറഞ്ഞാലേ, ഇന്നലെ നമ്മൾ കണ്ടു G സുധാകരൻ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്നതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ അദ്ദേഹമാണ്. എന്നിട്ട് ഈ നിമിഷം വരെ ഈ പാർട്ടിയിൽ നിന്ന് പലരും അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. കൂടെ പോയോ? ഇത്രയും പേര് പോകണല്ലോ. നമുക്കിപ്പോ വിരോധം ഉണ്ടെങ്കിലും കൂട്ടത്തിൽ പോയാൽ ചിലപ്പോൾ ചീത്ത വിളിക്കത്തില്ല. ആ കൂട്ടത്തിൽ പോലും പോയില്ലല്ലോ. പറഞ്ഞോളൂ. അല്ല, ഈ ഒരു മന്ത്രിസഭയില്
ഇത്രയധികം വകുപ്പുകൾ അപ്പൊ പോരായിരുന്നു തന്നെയല്ലേ ചേട്ടാ അതിന്റെ അർത്ഥം? കാരണം പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ആൾക്കാർ തോറ്റുപോകുന്ന സർവേയിൽ വരും. ഇതിനകത്ത് നമുക്ക് എടുത്തു പറയണമെന്നറിയോ, ചേട്ടാ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തോറ്റുപോകുന്നു പറയും. പക്ഷെ അതെനിക്ക് ചെറിയ അതിശയം തോന്നാണ്. ഇപ്പൊ ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രിയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെക്കാട്ടിലും മികച്ചത് മികച്ചത് ശിവൻകുട്ടി തന്നെ, സഖാവ് തന്നെയായിരുന്നു, അദ്ദേഹം തന്നെയായിരുന്നു ഒന്നും പറയരുത്, ഭേദമെന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ തൊഴുകയാണ് അത്, അവരെ കുറിച്ച് ഒന്നും പറയരുത്. കാര്യം എന്ന് വെച്ചാൽ അത്ര കണ്ട് പ്രതീക്ഷയാണ്. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്തെന്ന് അതിലേക്ക് മനസ്സിലായോ? അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രണ്ടാമതൊരിക്കൽ കൂടെ അധികാരത്തിൽ ഈ LDF-നെ അധികാരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ കഴിഞ്ഞ ടൈമിൽ ഇരുന്ന മന്ത്രിമാരെല്ലാം ഉണ്ടായിരുന്നല്ലോ, മിടുക്കന്മാരായിരുന്നല്ലോ. അവരെല്ലാം തന്നെ ഇപ്പോൾ MLA-മാരുമാണ്. ശൈലജ ഉൾപ്പെടെ, കടകംപള്ളി ഉൾപ്പെടെ നിരവധി പേര് പണിയില്ലാതെ ഇപ്പോൾ വെറും MLA-മാരായിരുന്നു. എന്തുകൊണ്ട് അവരെ വീണ്ടും മന്ത്രിയാക്കില്ല? ഒരാളെയെങ്കിലും അദ്ദേഹം മന്ത്രിസഭയെ കൊണ്ടുവരാത്തത്? അതിനവർ പറഞ്ഞ കാരണം എന്താണ്? ഈ പറയുന്ന രീതിയിൽ ബംഗാൾ തുടർച്ചയായിട്ട് മന്ത്രിമാരിരുന്നപ്പോൾ അവരുടെ സ്വന്തം കുത്തകാവകാശം പോലെ, ഇപ്പം അതിലേക്ക് അറിയാവുന്നറിയില്ല, ഒരു മന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ അയാളുടെ വീടിന് തുല്യമാണ്. ഈ ഓഫീസ് പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ പറയുന്ന പെരുമാറുന്ന അയാളുടെ ആദ്യം മാറ്റേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. ആണല്ലോ മുഖ്യമന്ത്രിയല്ലേ ആദ്യം മാറ്റേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇത്രയധികം ആ ഒരു ഹെയ്റ്റ് ഇത്ര മന്ത്രിമാർക്ക് വരാനുള്ള പ്രധാന കാരണം മുഖ്യമന്ത്രി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പങ്ക് ചെറുതല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതായത് അദ്ദേഹം മാത്രമേ ഹൈലൈറ്റഡ് ആവാവൂ, ബാക്കി ആരും ഹൈലൈറ്റഡ് ആവാൻ പാടില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ ശൈലജ ടീച്ചർ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ അതിനെ ഓവർകം ചെയ്ത് അതിനെ വെട്ടി. ആരോഗ്യ വകുപ്പ് നല്ലതായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പ് സി രവീന്ദ്രനാഥ് ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു. ഏറ്റവും ഓർമ്മയുണ്ടല്ലോ സ്കൂളുകളൊക്കെ വന്നത്. ഫിനാൻസ് മിനിസ്റ്റർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെക്കാട്ടിലും നല്ലത്, ഇപ്പോഴത്തെക്കാട്ടിനേക്കാളും നല്ലത് അല്ലേ? അതെ, അതിലും നല്ലതായിരുന്നു. അതേപോലെ ഈ ടൂറിസം വകുപ്പ്, ടൂറിസത്തിന്റെ ആണെങ്കിൽ തന്നെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇവര് എല്ലാം PR-കളുടെ പിന്നാലെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഫ്ലെക്സ് ബോർഡുകള്, അതേപോലെ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ആ രീതിയിലുള്ള അതിലേക്ക് മനസ്സിലായില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈജാക്ക്ഡ് ഇപ്പൊ ഈ പറഞ്ഞ PR സംഘത്തിന്റെ കണ്ണൂർ എന്നുള്ള. ഞാനിവിടെ ഈ പറയുന്ന അവധിക്കൊക്കെ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ചില ഒഫീഷ്യൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടറി പോകേണ്ടി വരും. അതിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലൊക്കെ പോയിട്ടുള്ള ആളാണ്, എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉള്ളതാണ്. എല്ലാ മന്ത്രിമാരുടെ ഓഫീസിലും എൻ്റെ ദൈവാനുഗ്രഹം കൊണ്ട് കുറേ സൗഹൃദങ്ങളൊക്കെയാണ്. ഞാൻ കുറേ നാൾ തിരുവനന്തപുരത്ത് പണിയെടുത്തവനാണല്ലോ, അങ്ങനെയുള്ളൊരു സൗഹൃദങ്ങളാണ്. നോക്കുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും ഒരു തട്ടിപ്പ് മണം നമുക്ക് കാണാൻ കഴിയും. ഒരു തട്ടിപ്പ് മണം. പറഞ്ഞോളൂ. അല്ല, ആ ഒരു മണം എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അത് ചിലപ്പോ ആ രീതിയില് മാറ്റങ്ങളുടെ രീതികളായിരിക്കാം. എന്തായാലും ഈ ഒരു കണക്കിൽ പറയുന്ന രീതിയില് നമുക്കങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റുന്ന കണക്കല്ല. ചിലരുടെ കാര്യം മാത്രമേ ഉള്ളൂ ഒരു സംശയം വരുന്നത്. അത് അവരുടെ, എനിക്ക് തോന്നുന്നു ഈ കമ്പാരിസൺ വരുന്നത് കൊണ്ട് തന്നെയാണ്. സാധാരണ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇതിന്റെ മുൻകാല അല്ലെങ്കിൽ ഭരണത്തിലുണ്ടായിരുന്ന മന്ത്രിമാരെയും ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന മന്ത്രിമാരെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് പകരം ഈ ഒരു മന്ത്രിസഭ വന്നപ്പോഴത്തേക്കും ഇലക്ഷന് മുമ്പ് ജനങ്ങൾ ഈ മന്ത്രിമാരെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഇതിൽ ആരാണ് ഭേദം എന്ന രീതിയിലാണ് ഇവർ കമ്പയർ ചെയ്യുന്നത്. ആ തരത്തിലായിരിക്കാം ഇതിനകത്തിൽ 1-2 പേരുകളൊക്കെ നിന്ന് കഴിഞ്ഞാലും ജയിക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം ഭൂരിപക്ഷം നേടാൻ പോകുന്നത് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കും മന്ത്രി ശിവൻകുട്ടിക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ളത്. അതിൽ പറഞ്ഞ ഞാൻ ഒരു പകുതിയെങ്കിലും ഞാൻ അംഗീകരിക്കുന്നു. കാരണം മറ്റൊന്നല്ല, ശിവൻകുട്ടിയുടെ വകുപ്പിൽ അവസാനമൊക്കെ എത്തിയപ്പോഴത്തേക്കും അല്ലാതെ തന്നെയും കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് കുറെ ഉദ്യോഗസ്ഥരെ കിട്ടിയെന്നാണ് എന്റെ അറിവ്. നല്ല ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിന് എല്ലാവരും അടച്ചാക്ഷേപിച്ചു എന്തിന് ശിവൻകുട്ടിക്ക് കൊടുത്തു എന്നൊക്കെ. ഏതായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് ഈ ഒരു മന്ത്രിസഭയിൽ എല്ലാം ഒരു വഴിക്ക് പിണറായി വിജയൻ ചെയ്ത പരിപാടി ആൾക്കാരാകുമ്പോൾ അതിൽ ഭേദമായിട്ട് മന്ത്രി ശിവൻകുട്ടിക്ക് ഭരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ മികവ്. എം പി രാജേഷിനെ കുറിച്ച് നമ്മൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അതെ, എം പി രാജേഷ് എന്ന് പറയുന്ന മന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ചെറുതായിട്ടെങ്കിലും നമ്മൾ പറയാതെ പോകാൻ പറ്റില്ല. ഈ DYFI-യിൽ SFI-യിൽ ഒരു ഭാവി പ്രതീക്ഷ പോൽ കണ്ടിരുന്ന ഒരു നേതാവാണ്. സത്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവായിരുന്നു. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പാർട്ടി പ്രവർത്തകർ മാത്രമാണോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വോട്ടേഴ്സ് എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. പൊതുജനത്തിന് നിങ്ങൾ എന്തു ചെയ്തു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവിടെ വോട്ട് തരത്തുള്ളൂ. അല്ലാതെ ഇപ്പോ ചേട്ടന്റെ വീട്ടിലേക്ക് ഞാനൊരു SFI പ്രവർത്തകയാണ്, ഞാൻ സമരമുഖങ്ങളിലൊക്കെ പോകാറുണ്ട്, നെഞ്ചു വിരിച്ച് ഈ അവിടെ അടികൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന ആളാണ്,
നന്നായിട്ട് സമരം വിളിക്കുന്ന ആളാണ്, ചുറുചുറുക്കുള്ള ആളാണ്. ഇത് വന്ന് ഞാൻ ചേട്ടന്റെ വീട്ടിൽ പറഞ്ഞാൽ ചേട്ടന്റെ വീട്ടുകാർ എനിക്ക് വോട്ട് തരുമോ? ഇനിയിപ്പോ ഞാൻ ജനപ്രതിനിധിയാണെന്ന് തന്നെ വെക്കട്ടെ, ഞാനിപ്പോ ഒരു 5 വർഷത്തോളം ഒരു ജനപ്രതിനിധിയായിട്ട് ഇരുന്ന ഒരാളാണ്. അടുത്ത വർഷം ഞാൻ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഞാൻ വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എനിക്ക് വോട്ട് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ വീട്ടിൽ നിന്ന് എനിക്ക് വോട്ട് തരില്ലല്ലോ. അതിന് നിങ്ങൾ ആദ്യം എന്നോട് ചോദിക്കുന്നത് നീ 5 വർഷം ഇരുന്നിട്ട് എന്താണ് ഇവിടെ ചെയ്തതെന്നായിരിക്കും ചേട്ടൻ എന്നോട് ചോദിക്കാൻ പോകുന്നത്. അതനുസരിച്ചാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വർഷങ്ങളായി പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാണ്, എനിക്ക് സമര പാരമ്പര്യമുണ്ട്, ഞാൻ ഇത്രയും സീനിയോറിറ്റി ഉള്ള ആളാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ കാര്യമില്ല. ഭരണ സമയത്ത് ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനങ്ങൾ ചെയ്യാതെ ആ സമയത്ത് ഈ പറയുന്ന ജാടയും ഹുഗും ഒക്കെ കാണിച്ചിരുന്നിട്ട് പിന്നീട് ഒരു ഇലക്ഷൻ വരുന്ന സമയത്തേക്ക്, ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തേക്ക് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ്, മുൻകാല ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന ഭരിക്കുന്ന ആൾക്കാരെ നോക്കൂ, ഞങ്ങൾ അതിൽ നിന്നും ഭേദമല്ലേ, ഞങ്ങൾ അതിൽ നിന്നും അഴിമതി കുറച്ചുകൂടെ കുറവാണ്, പക്ഷെ ഞങ്ങളും നടത്തിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായി ഒന്നും പറയാൻ സാധിക്കാതെ വരുന്ന സമയത്ത് ജനങ്ങൾ വോട്ട് ചെയ്യില്ല. ആ സമയത്താണ് നിങ്ങൾ തോറ്റു പോകുന്നത്. അപ്പൊ ഇരുന്ന് ഞങ്ങൾ പെൻഷൻ തന്നു, അരി തന്നു, വേറെ പലചരക്ക് തന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ പറഞ്ഞ് നിനക്കൊക്കെ ഞാൻ അത് തന്നില്ലേ, എന്നിട്ട് വോട്ട് ചെയ്തില്ല അല്ല, അങ്ങനെയൊക്കെ പിന്നീട് രോക്ഷം ഇറക്കിയിട്ട് കാര്യമില്ല. പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വകുപ്പുകൾ ഏൽപ്പിക്കുന്ന സമയത്ത് ബോധമുള്ള ആൾക്കാരെ ഏൽപ്പിക്കണം. ജനങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ജനങ്ങൾക്ക് അത് ആവശ്യാനുസരണം കിട്ടുന്ന രീതിയിൽ, അവരെ മനസ്സിലാക്കുന്ന രീതിയിൽ വകുപ്പുകൾ അറിയാവുന്ന ആൾക്കാരെ കൃത്യമായി ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഒരു ട്രോൾ ചെയ്യപ്പെടുന്ന മന്ത്രിസഭയായി പോകും. അതാണ് ഇങ്ങനെ നമുക്കൊരു വാക്കോട് പറയാം. ഇത്രയും കഴിവുറ്റ 13 മന്ത്രിമാരെ ഈ പറയുന്ന സംസ്ഥാനത്തിന് സംഭാവന ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിൽ അദ്ദേഹത്തിന് നമുക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്താം. അദ്ദേഹത്തിനാണ് ക്രെഡിറ്റ് ഉള്ളത് ഈ ഒരു റിപ്പോർട്ടിനകത്തിലും. എന്തായാലും റിപ്പോർട്ടിന്റെ സത്യാവസ്ഥ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു അന്തിമ റിപ്പോർട്ടൊന്നുമല്ല. ഇനിയും സർവേകൾ വരാം, ഇനിയും റിപ്പോർട്ടുകൾ വരാം. ചേട്ടാ ഒന്ന് ആലോചിച്ചു, പിണറായി സഖാവിന്റെ തന്നെ ചിലപ്പോ സർവേകൾ പുറത്തേക്ക് വരാം. അങ്ങനെ ഒരു രീതിയുണ്ട്. സർക്കാർ തന്നെ സർവേകൾ പുറത്തേക്ക് വന്ന് കേട്ടിട്ടില്ലേ, ഞങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ റിപ്പോർട്ടുകളും പുറത്തേക്ക് വരാം. അപ്പോൾ ജനങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ എല്ലാം. ഭരണം വീഴുമോ വാഴുമോ എന്നൊക്കെ ഉള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ വേണം നമുക്കറിയാൻ. അല്ലെങ്കിൽ ജനങ്ങളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. മണ്ഡലം തിരിച്ചു തന്നെ നമുക്ക് ജനങ്ങളെ കാണേണ്ടിയിരിക്കുന്നു. എന്താണ് നിങ്ങളുടെ മന്ത്രിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിനിധി ഭരണപക്ഷത്തുള്ള ആൾക്കാരുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് ജനങ്ങളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു.